ഹലോ ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം SSC. സൈലം SSCയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മാർച്ച് മാസം നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 പോസ്റ്റുകളുണ്ട് അല്ലേ. CGL എക്സാം എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. ഡിഗ്രി ഹോൾഡേഴ്സിന് എഴുതാൻ പറ്റിയ എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്ക് കേവലം ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പരീക്ഷകൾ, അതായത് ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകളുണ്ട്. നമ്മളെപ്പോഴും ഒട്ടുമിക്ക ആൾക്കാരും സ്വപ്നം കാണുന്ന, എന്നാൽ എങ്ങനെയാവണമെന്ന് അറിയാത്ത കുറച്ച് പോസ്റ്റുകളാണ്. നമ്മുടെ CBI ഇൻസ്പെക്ടർ ആണെങ്കിലും ശരി, കസ്റ്റംസിലെ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, ഇൻകം ടാക്സിലെ വേരിയസ്, അതായത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ജോലികളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ ആകുന്ന സമയത്ത് എങ്ങനെയാകും എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിരുന്ന ജോലികളായിരിക്കും അല്ലേ. യെസ്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഏതാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത്, നിങ്ങൾക്ക് പറ്റുന്ന ജോലി ഏത് എന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സാലറിയും ഏജും പവറും എല്ലാം റിവീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ. വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ് ഇൻസ്പെക്ടർ ആണ് ആദ്യം. നമ്മുടെ CBIയിലെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ എല്ലാവരും സേതുരാമയ്യർ CBI ഒക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയ ആൾക്കാരാണ് പണ്ട് മുതലേ. പക്ഷെ ഇത് എങ്ങനെയാവണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ CBIയിലെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് B പോസ്റ്റാണ്. നോൺ ഗസറ്റഡ് ഗ്രൂപ്പ് B പോസ്റ്റാണ് ആക്ച്വലി കേട്ടോ. അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ 2 tier എക്സാംസ് ആണ്. നമുക്ക് CGL എക്സാം എന്ന് പറയുന്ന കോമൺ എക്സാം ത്രൂ തന്നെയാണെന്ത് ഈ ഒരു പോസ്റ്റ്. ഈ 3 പോസ്റ്റിലേക്കും, അതായത് നമ്മുടെ 3 ഡിപ്പാർട്ട്മെന്റുകളിലേക്കും, കസ്റ്റംസ് ആണെങ്കിലും CBI ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻകം ടാക്സ് ആണെങ്കിലും എത്തിപ്പെടുന്നത് CGL എക്സാംസ് എഴുതുന്നതിലൂടെയാണ്. ഈ CGL എക്സാമിന് 2 സ്റ്റേജസ് ആണ് എക്സാം. Tier 1 Tier 2 എന്ന് പറഞ്ഞുണ്ട്. Tier 1 എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് മാർക്കാണ്. 200 മാർക്സിലാണ് Tier 1 ഉണ്ടാവാറ്. അപ്പോൾ 200-ലൊരു 150+ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഏകദേശം ഒരു സേഫ് സ്കോർ എന്നൊക്കെ ജനറലി പറയാറ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കട്ട് ഓഫ് മാർക്ക് വെക്കും. കട്ട് ഓഫ് മാർക്കിൻ്റെ മുകളിൽ പോകുന്നവരെ Tier 2 എക്സാമിന് വേണ്ടി ക്ഷണിക്കും. ആൻഡ് Tier 2 എന്ന് പറയുന്ന മെയിൻസ് എക്സാമിൻ്റെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ ജോലി സാധ്യത. നിങ്ങൾക്ക് ഏത് ജോലി വേണം, ഏത് പോസ്റ്റ് കിട്ടണം എന്നൊക്കെയുള്ളത് Tier 2 എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ CBIക്ക് ആണെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടെ ഉണ്ട്. ഹൈറ്റും ചെസ്റ്റും വിഷൻ ചെക്കും ഉണ്ടാവും അതിൻ്റെ കൂടെ, അതൊക്കെ നമുക്ക് പറയാം. പിന്നെ മെഡിക്കൽ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് അതിൻ്റെ ഫൈനൽ പ്രോസസ്സ് എന്നുള്ളത്. എലിജിബിലിറ്റിയിൽ എന്തൊക്കെയാണ് വരിക എന്ന് വെച്ചാൽ നമ്മുടെ എലിജിബിലിറ്റിയിലും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിലും നോക്കാം. 20 മുതൽ 30 വയസ്സിനിടയ്ക്കുള്ളവരാണ്, അല്ലെങ്കിൽ ആൾക്കാർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. 20-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്ക് കേട്ടോ. അതായത് ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് 20 വയസ്സാവുമല്ലോ അല്ലേ, 20 ഒക്കെ ആവും. അപ്പോൾ 20-ന്റെയും 30-ന്റെയും ഇടയ്ക്കുള്ളവർക്കാണ്. SC ST കാറ്റഗറിയിലാണ് നിങ്ങൾക്കെങ്കിൽ 5 കൊല്ലം റിലാക്സേഷൻ ഉണ്ടാവും. 5 കൊല്ലം കൂടി എഴുതാം. 35 വയസ്സ് വരെ എഴുതാൻ പറ്റും. OBC ആണെങ്കിൽ 33 വയസ്സ് വരെ എഴുതാൻ പറ്റുമെന്നാണ് അർത്ഥം. ഇനിയോ ഡിഗ്രിയാണ്, എനി ഡിഗ്രിയാണ് CBI ഇൻസ്പെക്ടർ ആവാൻ വേണ്ടിയിട്ട് എനി ഡിഗ്രിയാണ് ആവശ്യമുള്ളത്. ഫിസിക്കൽ റിക്വയർമെന്റ്സ് നോക്കൂ. ആണുങ്ങൾക്ക് 165 സെന്റിമീറ്റർ ഹൈറ്റ് ആവശ്യമുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ 150 സെന്റിമീറ്ററും ഹൈറ്റ് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഹിൽസ്മാനോ ട്രൈബലിലോ ഒക്കെയാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ 5 സെന്റിമീറ്റർ റിലാക്സേഷൻ, കുറച്ച് കുറഞ്ഞു പോയാലും സെന്റിമീറ്ററിൽ 5 കുറവ് വന്നാലും പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ആണുങ്ങൾക്ക് 160 ആയാലും സ്ത്രീകൾക്ക് 145 ആയാലും പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. 5 സെന്റിമീറ്റർ റിലാക്സേഷനും ഉണ്ട്. ചെസ്റ്റ്, ആണുങ്ങളുടെ ചെസ്റ്റ് എക്സ്പാൻഷൻ ഇവിടെ നോക്കുന്നുണ്ട്. 76 സെന്റിമീറ്റർ ആണ് വിത്ത് എക്സ്പാൻഷനോട് കൂടി 76 സെന്റിമീറ്റർ ഉണ്ടാവണം വളക്കുന്ന സമയത്ത് കേട്ടോ. വിഷന്റെ എത്രയാണെന്നുള്ളത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 6/6 ആൻഡ് 6/9 ആണ് വിഷൻ വരുന്നത്. ആൻഡ് നിയർ ആണെങ്കിൽ 0.6ഉം 0.8ഉം ആണ് വരുന്നത്. ഗ്ലാസസ് അലോഡ് ആണ് എന്നുള്ള മറ്റൊരു കാര്യം കൂടെ ഇവിടെ ഞാൻ പറയുന്നു. ഓക്കെ, ഇനി Tier 1 അല്ലെങ്കിൽ Tier 1 എന്ന് പറയുന്ന നമ്മുടെ എക്സാം. ആ ഒരു എക്സാം എങ്ങനെയൊക്കെയാണ് അതിന്റെ വിഷയങ്ങൾ എന്ന് ചോദിച്ചാൽ റീസണിങ് ഉണ്ടാവും, ജനറൽ അവയർനെസ് ഉണ്ടാവും, അതായത് മാത്സ് അല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പിന്നെ ഇംഗ്ലീഷും ഉണ്ടാവും. ഈ 4 ടോപ്പിക്കിൽ നിന്നായിട്ട് 25 ചോദ്യങ്ങളാണ്. ടോട്ടൽ 100 ചോദ്യങ്ങൾ. ടോട്ടൽ മാർക്സ് എപ്പോൾ എത്ര വരും? 200 മാർക്സ് ആണ് ടോട്ടലി വരിക എന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ 200 മാർക്കിനാണ് Tier 1 എക്സാം വരിക. ഇനി Tier 2 മെറിറ്റ് ഡിസൈഡർ, നിങ്ങളെ മാർക്കും നിങ്ങളുടെ ജോലിയൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് മെയിൻസ് എക്സാം ആണ്. ആ മെയിൻസ് എക്സാമിന് എന്തൊക്കെയാണ്? മാത്സ് പ്ലസ് റീസണിങ് 60 ചോദ്യം. ഇവിടെ ഓരോ ചോദ്യത്തിനും 30 മാർക്കാണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 1 മാർക്കാണ് നെഗറ്റീവ്. ഒരു ചോദ്യം തെറ്റിച്ചാൽ 1 മാർക്ക് പോകും. ഒരു ചോദ്യം ശരിയാക്കിയാൽ 3 മാർക്ക് കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. അപ്പം മാത്സും റീസണിങ്ങും കൂടി 60 ചോദ്യം, 180 മാർക്ക്. അടുത്തതാണ് കില്ലാടി
പരിപാടി ഇല്ലേ, ആരാ? ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും കൂടി. അതിൽ ഇംഗ്ലീഷ് തന്നെ എത്രയുണ്ടെന്നറിയോ? 45 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ഹൈ വെയിറ്റേജ് ആണ് CGL Tier 2 എക്സാംസ്, മെയിൻസ് എക്സാമിന് ഇംഗ്ലീഷിന്. ഓക്കെ, അപ്പം 45 ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്നും ജനറൽ അവയർനെസ്സിൽ നിന്ന് 25 ചോദ്യങ്ങൾ, ടോട്ടൽ 70 ചോദ്യങ്ങൾ. ഒരു ചോദ്യത്തിന് 3 മാർക്ക് വെച്ച് 210 മാർക്കാണ്. നെഗറ്റീവാണ് 1 മാർക്ക് കേട്ടോ. 1 മാർക്കാണ് തെറ്റിപ്പോയാലും നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്. അത് നമ്മുടെ ക്വാളിഫയിങ് ആണ്. അത് ജസ്റ്റ് കട്ട് ഓഫ് മാർക്ക് മാത്രം കിട്ടിയാൽ മതി, അത് കുഴപ്പമില്ല. നിങ്ങൾ ജോലി വേണ്ട, നിങ്ങൾക്ക് ജോലി കിട്ടണോ കിട്ടണ്ടോ എന്ന് തീരുമാനിക്കുന്ന സത്യം പറഞ്ഞാൽ ഈ ഒരു മാർക്കിൻ്റെ ബേസിസിലാണ്. ഇത് ജസ്റ്റ് കട്ട് ഓഫ് മാർക്ക് എത്രയാണോ അവർ പറയുന്ന കട്ട് ഓഫ് മാർക്ക്, ആ കട്ട് ഓഫ് മാർക്ക് ജസ്റ്റ് കടന്നാൽ മാത്രം മതി. പക്ഷേ ഈ രണ്ട്, അതായത് 210 + 180 390 മാർക്സിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിനെ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ പോസ്റ്റ് ഏതാണ്, നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുക എന്നുള്ളത് തീരുമാനിക്കപ്പെടുക കേട്ടോ. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ Tier 2 എക്സാമിൻ്റെ കൂട്ടത്തിൽ തന്നെ നടത്തപ്പെടുന്നതാണ് ഡേറ്റ എൻട്രി ടെസ്റ്റ് കേട്ടോ. അതായത് DST എന്ന് പറയും. 2000 കീ ഡിപ്രഷൻസ് ആണ് 15 മിനിറ്റിൽ വേണ്ടത് കേട്ടോ. 15 മിനിറ്റ് കൊണ്ട് 2000 കീ ഡിപ്രഷൻസ് ആണ് അവർ അളക്കുക. അതുണ്ടെങ്കിലേ നിങ്ങൾക്ക് അതും കൂടി ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. അപ്പോൾ ഇത്രയുമാണ് CBI ഇൻസ്പെക്ടർ ആവാൻ വേണ്ട കടമ്പകൾ. ഇത്രയും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കടമ്പയൊന്നും അല്ല. Tier 1 എക്സാമും Tier 2 എക്സാമും അതിനകത്ത് ഇൻ്റർവ്യൂ ഒന്നും ഇല്ല ഇപ്പോൾ നിലവിൽ. അങ്ങനത്തെ ഇൻ്റർവ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് സുഖസുന്ദരമായിട്ട് നമുക്ക് പരീക്ഷ പാസ്സായാൽ CBI ഇൻസ്പെക്ടർ ആവാൻ പറ്റും, മാർക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇനി സാലറിയും ബെനിഫിറ്റ്സും. പേ ലെവൽ 7 ആണ് ബേസിക് പേ വരുന്നത്. അതായത് HRI ഒന്നും കൂട്ടാതെ തന്നെ നമ്മുടെ സാലറി എത്ര വരുന്നത്? 44,900, 50,000 രൂപ കിട്ടും. ഓക്കെ, അപ്പൊ ഗ്രോസ് സാലറി എന്ന് പറയുമ്പോൾ ടോട്ടലുള്ള സാലറിയാണ്. ബാക്കിയെല്ലാം HRI മറ്റു അലവൻസും കാര്യങ്ങളും കൂടെ കൂട്ടിയിട്ടാണ്, DA പോലെയുള്ള അലവൻസ് എല്ലാം കൂട്ടിയിട്ട് 75,000 to 82,000 ആണ് സ്റ്റാർട്ടിങ്ങിലെ സാലറി വരുന്നത് കേട്ടോ. ഇനി സ്പെഷ്യൽ പേഴ്സൺ 20% എക്സ്ട്രാ ഓൺ ബേസിക് പേ ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂട്ടിക്ക്. ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂട്ടിക്ക് 20% എന്തും കൂടി ഉണ്ട്, എക്സ്ട്രാ ബേസിക് പേന്റെ 20% കൂടി അഡീഷണൽ നൽകുന്നുണ്ട്. പിന്നെ 12 മാസം കഴിഞ്ഞ് 13ാമത്തെ മാസം എന്നുള്ള രീതിയിൽ 12 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു മന്തിന്റെ സാലറിന്റെ ഡബിൾ കിട്ടും. ഇപ്പൊ 12 മാസം കഴിയുമ്പോൾ 12ാമത്തെ മാസത്തിന്റെ സാലറിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു മന്തിന്റെ സാലറി എക്സ്ട്രാ തരുമെന്നാണ് പറയുന്നത്. 13ാമത്തെ, അതാണ് 13th മന്ത് സാലറി എന്ന് പറയുന്ന സ്കീം. അത് അടിപൊളിയായില്ലേ അല്ലേ? പിന്നെ നേച്ചർ ഓഫ് ജോബ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇൻവെസ്റ്റിഗേറ്റിംഗ് കറപ്ഷൻ, ഇക്കണോമിക് ക്രൈംസ്, സ്പെഷ്യൽ കേസസ്, ഇതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യലാണ് CBI ഉദ്യോഗസ്ഥരുടെ ജോലി വരിക കേട്ടോ. ഹൈ പ്രഷർ ഫീൽഡ് ആണ് വിത്ത് നോ യൂണിഫോം ഇല്ലാത്ത ഹൈ പ്രഷർ ഫീൽഡ് ആണ്. അപ്പോൾ അതിന് നമുക്ക് മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം, ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പാഷനറ്റ് ആയിരിക്കണം എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, ഇതിനൊക്കെ നിങ്ങളെ വേണ്ടി സജ്ജരാക്കുന്ന 2 ബാച്ചുകൾ Xylem SSC ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ മാർച്ച് 10-ാം തീയതി SSCന്റെ റെഗുലർ ആയിട്ടുള്ളൊരു ബാച്ച് അല്ലേ, റെഗുലർ ആയിട്ട് SSCന്റെ ഒരു ബാച്ച് നിങ്ങളെ എക്സാംസ് Tier 1 എക്സാംസിന് വേണ്ടി സെറ്റ് ആക്കി തരാൻ വേണ്ടിയിട്ട് ഇതാ ഒരു CGL റെഗുലർ ബാച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ നോക്കൂ, 5,000 രൂപയാണ്, 4,999 രൂപ ആണ് അതിൻ്റെ ഫീസ് വരുന്നത് അല്ലേ. എക്സാം വരെയാണ് അതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. നമ്മളെ CGL എക്സാംസ് നടക്കുന്നത് വരെയാണ് അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക. 500-ൽ പരം ലൈവ് ക്ലാസ്സസ് 2 മുതൽ 4 മണിക്കൂറാണ് പെർ ഡേ ഡെയിലി ക്ലാസ് ഉണ്ടാവുക. പിന്നെ 6 മുതൽ 7 വരെ എന്തുണ്ടാവും? വീക്ക്ലി ക്ലാസ്സസും ഉണ്ടാവും. 6 to 7 ദിവസം നിങ്ങൾക്ക് ക്ലാസ്സും ഉണ്ടാവും വീക്ക്ലി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അഡ്മിഷന് വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ടത് ഈ നമ്പറിലാണ്. സെയിം ആണ് ഇവിടെയും, പക്ഷേ ഇവിടുത്തെ കോഴ്സ് വേറെയാണ്. CHSLന് വേണ്ടിയിട്ട് +2 ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും +2 ത്രൂ നമുക്ക് ക്ലറിക്കൽ പോസ്റ്റുകളിൽ എത്തിപ്പെടാൻ പറ്റും. വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിൽ ക്ലറിക്കൽ പോസ്റ്റുകളിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 2,999 രൂപ മുടക്കിയിട്ട് നമ്മുടെ CHSL ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ 400-ൽ പരം ലൈവ് ക്ലാസ്സും പിന്നെ റെക്കോർഡഡ് ക്ലാസ്, ലൈവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ലൈവ് ആൻഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ലൈവ് ക്ലാസ്സസ് അവിടെ റെക്കോർഡായി കിടക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ 2 മുതൽ 4 മണിക്കൂർ പെർ ഡേ ക്ലാസ് വരുന്നു. അതുപോലെ തന്നെ 6 to 7 ഡേയ്സ് വീക്ക്ലി ക്ലാസ്സും വരുന്നു. ക്ലാസ് തുടങ്ങുന്നത് മാർച്ച് 11-നാണ് കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ, മറന്നു പോകരുത് ഈ ഡേറ്റുകൾ. അപ്പോൾ നമ്മൾ ഒരു കൃത്യമായ ഒരു ഗൈഡൻസും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്കൊരു പഠനം എത്തുകയുള്ളൂ. അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു രീതിയിലേക്ക് നമുക്ക് ആഗ്രഹിച്ചൊരു പോസ്റ്റിലേക്കും അല്ലെങ്കിൽ ജോലിയിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. കൃത്യമായ ഗൈഡൻസ് വേണം. അതായത് എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാലേ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു നമ്മൾ തീരുമാനിച്ച അല്ലെങ്കിൽ കുറേ നീണ്ടുപോകും, നമ്മുടെ പഠനം കുറേ കാലം നീണ്ടുപോകും. അപ്പോൾ കൃത്യ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ അല്ലെങ്കിൽ ജോലിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഗൈഡൻസും മെൻറ്റർഷിപ്പും ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് കോഴ്സ് എടുക്കുന്നത് കേട്ടോ.
ഇനി കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരാവാനാണ് നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോസ്റ്റുകളുള്ള പ്രിവെന്റീവ് ഓഫീസർ ഉണ്ട്, എക്സാമിനർ പോസ്റ്റുകളുണ്ട്, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ എന്നുള്ള പോസ്റ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ എയർപോർട്ടിൽ സീപോർട്ടിലാണ് ജോലി വരിക ആർക്ക്? പ്രിവെന്റീവ് ഓഫീസർക്ക് കേട്ടോ. എന്ത് സ്മഗ്ലിങ് തടയുന്നത് കേട്ടോ, കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ തടയുന്നതാണ്. അതൊരു യൂണിഫോം പോസ്റ്റ് ആണെന്ന് കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇനി എക്സാമിനർക്കാണെങ്കിൽ യൂഷ്വലി ഡെസ്ക് അല്ലെങ്കിൽ പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ജോലിയാണ് വരുന്നത്. കാർഗോ ഗുഡ്സ് അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യലൊക്കെയാണ് ഇവരുടെ ജോലി വരുന്നത് കേട്ടോ. ഇനി സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ GST കാര്യങ്ങളൊക്കെ നോക്കുന്നു, ടാക്സ് ഇവേഷൻ ആൻഡ് ഓഡിറ്റുകൾ, ടാക്സ് വെട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, പിന്നെ അതുപോലെ തന്നെ ഓഡിറ്റ് നടത്തലൊക്കെയാണ് സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ജോലി വരുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് ഈ ഒരു ജോലി വരുന്നത് ഗ്രൂപ്പ് B നോൺ ഗസറ്റഡ് പോസ്റ്റ് എന്നുള്ള രീതിയിലാണ്. ആൻഡ് ദ ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലുമാണേ. ഇനി അതിന്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയാണ് ഇതിന്റെ എലിജിബിലിറ്റി വരുന്നത്. ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെയിം ആണ്, എനി ബാച്ചുലേഴ്സ് ഡിഗ്രി ആണ്. സെലക്ഷൻ സ്റ്റേജസും സെയിം ആണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, Tier 1 Tier 2 എക്സാംസ് തന്നെയാണ്. ഇവിടെ ഒരു ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടാവും, അത് മാൻഡേറ്ററി ആണ്. പ്രിവെന്റീവ് ഓഫീസർക്കും എക്സൈസ് ഇൻസ്പെക്ടർക്കും ആണ് ഫിസിക്കൽ ടെസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവുക. അതിൻ്റെ ശേഷം മെഡിക്കൽ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ടാവും. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് POയ്ക്കും എക്സൈസിനും എന്താണ് വേണ്ടത്? നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഹൈറ്റ് 157.5, ചെസ്റ്റ് 81 സെന്റിമീറ്റർ എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ അവർക്ക് ആണുങ്ങളുടെ അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന് എന്തുണ്ട്? 1.6 കിലോമീറ്റർ ഇൻ 15 മിനിറ്റ്സ് വാക്കിങ്ങും കൂടി അതിൻ്റെ കൂടെ ഒരു എന്താണ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ദെൻ ഫിസിക്കൽ ടെസ്റ്റ് ആയിട്ട് അതിൻ്റെ കൂടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയിട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും. ദെൻ സൈക്ലിംഗ് ആണ് 8 കിലോമീറ്റർ ഇൻ 30 മിനിറ്റ്, ഇതും ചെയ്യേണ്ടി വരും. അപ്പോൾ സൈക്ലിങ്ങിനും വാക്കിങ്ങിനും വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഇനി സ്ത്രീകൾക്കാണെങ്കിലോ ഹൈറ്റ് 152 സെന്റിമീറ്റർ, വെയിറ്റ് 48 കിലോയുമാണ് വേണ്ടത്. ദെൻ അവർ ചെയ്യേണ്ടത് 1 കിലോമീറ്റർ ആണ്. എത്ര നടത്തം? 20 മിനിറ്റ് കൊണ്ട് ഒരു കിലോമീറ്റർ നടന്നാൽ മതി. സൈക്ലിംഗ് ആണെങ്കിൽ 3 കിലോമീറ്റർ 25 മിനിറ്റ് കൊണ്ട് സുഖമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ സുഖമായിട്ടല്ലേ, നോർമൽ സ്ട്രെങ്ത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ. ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. കളർ ബ്ലൈൻഡ്നെസ് ജനറലി നോട്ട് അലൗഡ് ആണ് ഫോർ പ്രിവെന്റീവ് ഓഫീസർ ആൻഡ് എക്സാമിനർ പോസ്റ്റുകൾ കേട്ടോ. അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് അലൗഡ് അല്ല. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ കാണാൻ പറ്റാത്ത ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കില്ല അവിടെ. അത് എന്താണ്, അത് അനുവദിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കളറൊക്കെ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. നിങ്ങളുടെ കണ്ണത്രയും ഷാർപ്പായിരിക്കണം, നിങ്ങൾ ആ ഒരു ക്വാളിറ്റിയുള്ള ആൾക്കാരായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരി, ദെൻ സാലറി, ബെനിഫിറ്റ്സ് ആൻഡ് വർക്ക് നേച്ചർ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അവരുടെ സാലറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെവൽ 7 ആണ് കേട്ടോ. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ലെവൽ 7കാരാണ്. ബേസിക് പേ 44,900 ആണ്. ഗ്രോസ് സാലറി 75,000 to 85,000 വരെയുണ്ട്. ആൻഡ് ഹയർ ഇൻ എക്സ് സിറ്റീസിൽ കൂടുതലാണ്. മുംബൈ, ഡൽഹി, ചെന്നൈ പോലെയുള്ള എക്സ് സിറ്റികളിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതലായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സാലറി കൂടും കേട്ടോ. അലവൻസുകൾ ഉണ്ട്, DA ഉണ്ട്, ഡെയർനസ് അലവൻസും ഹൗസ് റെന്റ് അലവൻസും എല്ലാം ഉണ്ട്. പിന്നെ ട്രാൻസ്പോർട്ട് അലവൻസും അവർക്ക് വരും. നേച്ചർ ഓഫ് വർക്ക് എന്താണ്? ബോർഡിംഗ് വെസൽസ്, ചെക്കിംഗ് ബാഗേജ് അറ്റ് എയർപോർട്ട്സ്, നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ ഉണ്ടാവും എന്നുള്ളതും കൂടി ഓർത്ത് വയ്ക്കുക. എക്സാമിനർ ആണെങ്കിലോ വെരിഫൈയിങ് ഷിപ്പിംഗ് ബിൽസ്, ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ഗുഡ്സ്. ദെൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലോ ഓഡിറ്റിംഗ് ഫാക്ടറീസ് ഓഡിറ്റ് ചെയ്യണം, പരിശോധിക്കണം. GST കംപ്ലയൻസ്, GST കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ അനുസരിച്ച് പോരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. റെയ്ഡുകൾ കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. ടാക്സ് ഇവേഷൻ, ടാക്സ് വെട്ടിപ്പിന്റെ പേരിലുള്ള റെയ്ഡുകൾ നടത്തേണ്ടതുണ്ട്. തട്ടിപ്പൊക്കെ നടത്തുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നോക്കാൻ വേണ്ടി. അതൊക്കെയാണ് അവരുടെ നേച്ചർ ഓഫ് വർക്ക് അല്ലെങ്കിൽ ഡ്യൂട്ടി, ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തത് നമ്മുടെ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റാണ് അല്ലേ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടർ പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് വരുന്നത് CBDT അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിലാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിൽ തന്നെയാണ്. ഇനി ഗ്രൂപ്പ് C പോസ്റ്റ് ആണ് ഇത്, ITI എന്ന് പറയുന്നത്. ഓക്കെ, C ആണെങ്കിലും B പോസ്റ്റിന്റെ സാലറി തന്നെ ഉണ്ട് അതിന് എന്നും പറയുന്നു. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുന്ന സമയത്ത് വീണ്ടും 18 മുതൽ 30 വയസ്സ് വരെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത്. റിലാക്സേഷൻ ഉണ്ട്, ഇവിടെ വീണ്ടും പറയുകയാണ് 3 വയസ്സാണ് OBCക്ക് റിലാക്സേഷൻ കിട്ടുക. SC/ST ആകുമ്പോൾ 5 വയസ്സ് വരെ റിലാക്സേഷൻ ഉണ്ടാവും. ഓക്കെ, ദെൻ പേഴ്സൺ വിത്ത് അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഒക്കെ ആണെങ്കിൽ 10 വർഷത്തോളം ഉണ്ടാവും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക കേട്ടോ.
എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ വീണ്ടും ഡിഗ്രി, സെയിം ഡിഗ്രി, എന്തെങ്കിലും ഒരു ഡിഗ്രി സെയിം, മുന്നേ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്, ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് ഇതിനും ആവശ്യം കേട്ടോ. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണെങ്കിലോ നോ സ്പെസിഫിക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഓർ ഹൈറ്റ് ടെസ്റ്റ് റിക്വയർമെന്റ്സ് അൺലൈക്ക് CBI ഓർ കസ്റ്റംസ്. ദിസ് മേക്സ് ഇറ്റ്സ് ഐഡിയൽ ഫോർ മെനി കാൻഡിഡേറ്റ്സ്. അങ്ങനത്തെ ഫിസിക്കൽ സ്റ്റാൻഡേർഡുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് യാതൊരു പ്രശ്നവും അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ സെലക്ഷൻ പ്രോസസ്സ് സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. ഡാറ്റ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. Tier 1 ക്വാളിഫയിങ് ആണ്, Tier 2ൻ്റെ മാർക്സ് ആണ്. നമ്മുടെ മെറിറ്റ് ഡിസൈഡർ എന്ന് പറയുന്നത് Tier 2 എക്സാം ആണ്. ഇൻ്റർവ്യൂ ഇല്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. സാലറി നോക്കാം. ഇനി നമുക്ക് നോക്കാം. ലെവൽ 7 ആണ്. അത്യാവശ്യം നല്ല സാലറി ഉള്ള പോസ്റ്റുകളായിരിക്കും. അപ്പോൾ 44,900 മുതൽ 1,42,000 വരെയാണ് പേ സ്കെയിൽ. ആൻഡ് ബേസിക് പേ എന്ന് പറഞ്ഞാൽ 44,900, അതായത് 45,000 രൂപ തന്നെയാണ്. HRI മറ്റ് അലവൻസ് ഒന്നും ഇല്ലാത്ത സാലറി കേട്ടോ. ഓക്കെ, ഇനി ഇൻഹാൻഡ് സാലറി നോക്കാം. 72,000 മുതൽ 85,000 വരെ സ്റ്റാർട്ടിങ്ങിൽ സാലറി വരുന്ന ജോലിയാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന്റെ ജോലി കേട്ടോ. പിന്നെ DAന്റെ കാര്യമൊക്കെ ആണെങ്കിലോ റിവൈസ്ഡ് ട്വൈസ്, കറന്റ് 50 അല്ല 58ഓളം ആയിട്ടുണ്ട് എന്ന് പറയാം നമുക്ക്. പിന്നെ HRI ഉണ്ട്, ട്രാൻസ്പോർട്ട് അലവൻസ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. ജോബ് നേച്ചർ പറയുകയാണെങ്കിൽ അസസ്മെന്റ് സെക്ഷൻ ഡെസ്ക് ജോബ് ആണ്. അത് ചെക്കിംഗ് ഇൻകം ടാക്സ് റിട്ടേൺസ് ഒക്കെ നോക്കുന്ന പരിപാടി. ഡെസ്ക് ജോബ് ആഗ്രഹിക്കുന്നവർക്ക് അത് ഓപ്റ്റ് ചെയ്യാം അല്ലേ. നോൺ അസസ്മെന്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫീൽഡ് ജോബാണ്. ലൈക്ക് പാർട്ട് ഓഫ് ദ റാപ്പിഡ് റെസ്പോൺസ് ടീം ഫോർ റെയ്ഡ്സ് ആൻഡ് സർവീസ്. റെയ്ഡുകളും സർവീസും കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ടീമിന്റെ ഭാഗമായിരിക്കും നിങ്ങൾ അതിൽ. ഗ്യാതറിംഗ് എവിഡൻസ് അഗെയിൻസ്റ്റ് ടാക്സ് ഡിഫോൾട്ടേഴ്സ്. വർക്കിംഗ് ആസ് ക്യാൻ ബി ഇറഗുലർ. ഇവിടെ റെയ്ഡിനൊക്കെ പോകേണ്ടത് കൊണ്ട് തന്നെ വർക്കിംഗ് ആസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനൊക്കെ ചാൻസ് ഉണ്ട്. റെയ്ഡ് കഴിയുന്നവരൊക്കെ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. അപ്പോൾ നേച്ചർ ഓഫ് ജോബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അസസ്മെന്റ് സെക്ഷൻ്റെയും നോൺ അസസ്മെന്റ് സെക്ഷൻ്റെയും ജോലി ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം കരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്നുള്ള രീതിയിലാണ് എൻട്രി ലെവൽ. സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. പിന്നെ ഇൻകം ടാക്സ് ഓഫീസർ ആവും, അസിസ്റ്റന്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണർ, കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്ന് വരെ അങ്ങനെ പ്രൊമോഷൻ സാധ്യതകൾ ഒത്തിരിയുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കൂടിയാണത് എന്ന് മനസ്സിലാക്കാം. സെറ്റാണ് കാര്യങ്ങൾ. ചെറിയൊരു ഐഡിയ കിട്ടി എന്ന് കരുതുന്നു. ഇനി സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആകുമ്പോഴേക്കും നമുക്കറിയാം എന്തെല്ലാം ഗുണങ്ങൾ ജനറലി ഉണ്ടാവും എന്നുള്ളത്. അത് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ആബ്സല്യൂട്ട് ആയിട്ടുള്ള ജോബ് സെക്യൂരിറ്റി ഉണ്ട് അവിടെ അല്ലേ. ഒരിക്കലും നമ്മളെ പറഞ്ഞു വിടാൻ അവർക്ക് സാധിക്കില്ല. പെർമനന്റ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ് നമ്മളൊക്കെ. നോ റിസ്ക് ഓഫ് പ്രൈവറ്റ് സെക്ടർ സ്റ്റൈൽ ലേ ഓഫ്, അതായത് പിരിച്ചുവിടാനുള്ള യാതൊരു സ്കോപ്പും അവിടെ സാധാരണ നിലയിലില്ല. പിന്നെ കോമ്പറ്റേറ്റീവ് സാലറിയാണ്. സ്റ്റാർട്ടിംഗ് ഇൻഹാൻഡ് സാലറി 75,000 മുതൽ 82,000 വരെ കിട്ടുന്നുണ്ട് പല ജോബുകൾക്കും ഫോർ ലെവൽ 7 പോസ്റ്റുകൾ വിത്ത് ഗ്യാരണ്ടീഡ് ആനുവൽ ഇൻക്രിമെന്റ്സ് ഓഫ് 3% വരെ ഇൻക്രിമെന്റും എല്ലാ കൊല്ലവും കിട്ടും എന്നുള്ളത് സത്യമാണ്. ഇൻഫ്ലേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിയർനെസ് അലവൻസ് ഒക്കെ നോക്കൂ, 58% ആനുവലി 2 തവണയൊക്കെ കൂട്ടുന്നുണ്ട്. അങ്ങനെ കറന്റ് 58% ഡിയർനെസ് അലവൻസ് തരുന്നുണ്ട്. അതോടുകൂടി എന്താണ് റൈസിങ് കോസ്റ്റിനെതിരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അപ്പോൾ സാലറീൻ്റെ കൂടെ വലിയ DA തരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. പ്രസ്റ്റീജിയസ് സോഷ്യൽ സ്റ്റേറ്റസ് ആണ്, നമുക്കത് തന്നെ വലിയൊരു കാര്യമാണ്. ജോലിയായില്ലേ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് ജോലിയായി, അതും ഇന്ന ഡിപ്പാർട്ട്മെന്റ് CBIയിലെ ഇൻസ്പെക്ടറാണ്, അല്ലെങ്കിൽ കസ്റ്റംസിൽ ഉദ്യോഗസ്ഥ പ്രിവന്റീവ് ഓഫീസറാണ്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറാണെന്ന് പറയുന്നതിലും അഭിമാനം അല്ലെങ്കിൽ സന്തോഷം വേറെ എന്താണല്ലേ. അപ്പോൾ സോഷ്യൽ സ്റ്റേറ്റസ് ഹൈ ആയിരിക്കും. പൊസിഷൻസ് ലൈക്ക് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആയിക്കോട്ടെ, അതൊക്കെ ഇങ്ങനത്തെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഏത് പോസ്റ്റ് ആണെങ്കിലും ഭയങ്കര വാല്യൂ തരുന്ന, റെസ്പെക്ട് തരുന്ന ജോബുകളാണ് കേട്ടോ. എക്സലന്റ് വർക്ക് ലൈഫ് ബാലൻസ്, അതായത് 9 to 6 ജോബുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ഫീൽഡ് വർക്കൊക്കെ ആകുന്ന സമയത്താണ് അതിൽ ചെറിയൊരു മാറ്റം സംഭവിക്കുക. എന്ന് വെച്ചാൽ ഇന്നും നമ്മൾ രാത്രി ഉറക്കൊഴിയുന്ന പ്രശ്നം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഡെസ്ക് ജോബുകൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 9 to 6 എന്നുള്ള രീതിയിലായിരിക്കും എന്നിവിടെ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. പിന്നെ 2 day അതായത് സാറ്റർഡേ സൺഡേ ലീവുകളും ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കോംപ്രിഹെൻസീവ് ഹെൽത്ത് കെയർ ഫ്രീ ഓർ സബ്സിഡൈസ്ഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഫോർ സെൽഫ് ആൻഡ് ഫാമിലി അണ്ടർ CGHS സ്കീം. CGHS സ്കീമിൻ്റെ കീഴിൽ എന്തൊക്കെയുണ്ട്? ഫ്രീ അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസും ഉണ്ട്. ഓക്കെ, ഫാമിലിക്കും ഉണ്ട്. ആ ഒരു പേഴ്സൺ ആരാണോ എംപ്ലോയി, ഗവൺമെൻറ് എംപ്ലോയി, അയാൾക്കും അയാളുടെ ഫാമിലിക്കും ഉണ്ടാവും. പോസ്റ്റ് റിട്ടയർമെൻറ്റ് സേഫ്റ്റി, അതായത് റിട്ടയർമെൻറ്റ് ശേഷമുള്ള സേഫ്റ്റിക്കും യാതൊരു പ്രശ്നവും വരുന്നില്ല. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പെൻഷൻ ബെനിഫിറ്റ്സ് അവിടെ ഉണ്ട്. എന്ത് ത്രൂ? നാഷണൽ പെൻഷൻ സിസ്റ്റം അല്ലേ, NPS ത്രൂ നമുക്ക് കൃത്യമായിട്ട് പെൻഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ലംപ് സം ഗ്രാറ്റുവിറ്റി പേയ്മെൻറ്റും കിട്ടുന്നതാണ്.
അതായത് നമ്മൾ റിട്ടയർ ആയതിനു ശേഷം. ഇനി ഫ്രീ ട്രാവൽ LTC എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ലീവ് ട്രാവൽ കൺസെഷൻ നമ്മുടെ എല്ലാ സെൻട്രൽ ഗവൺമെൻറ് ജോബുകൾക്കും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യാത്രകൾ നടത്താം. യാത്രകൾ നടത്തുമ്പോൾ നമുക്കൊരു പ്രശ്നവുമില്ല, കാശ് ഗവൺമെൻറ് ഇങ്ങോട്ടേക്ക് തരുന്നതാണ്, ലീവ് അടക്കം കാശ് ഇങ്ങോട്ടേക്ക് തരുന്നതാണ്. അപ്പോൾ ഇത്രയും നമുക്ക് എന്തുണ്ട്, ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് ജോബ് ഏതായാലും ശരി. അപ്പോൾ ഇതിനാകെ ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായിട്ടൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠനം തുടങ്ങുക എന്നുള്ളതാണ്. ഉള്ളിലൊരു കത്തുന്ന അല്ലെങ്കിൽ അത്രയും നിങ്ങളൊരു പാഷനറ്റ് ആണ്, ഒരു ജോലി വേണം എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു വഴിയാണ് ഈ നമ്മൾ തുടങ്ങാനിരിക്കുന്ന ബാച്ചസിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അത് ഇംഗ്ലീഷ് ആയാലും ജനറൽ അവയർനെസ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ശരി, മാത്സ് ആണെങ്കിലും ശരി, സെറ്റാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ക്ലാസ് മുറികളിൽ വെച്ച് കാണാം, ക്ലാസ് റൂമിൽ വെച്ച് കാണാം, ക്ലാസ്സിൽ വെച്ച് കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. ഗംഭീരമാവട്ടെ, നിങ്ങളുടെ പഠനം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. കീപ് ലേണിംഗ് മക്കളെ, ഹാപ്പി ലേണിംഗ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.